അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. അഗ്രോമീറ്റിയോറോളജി എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്. അതിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ അഗ്രോമീറ്റിയോളജി എന്താണ്, ടേംസ് ആൻഡ് ഡെഫിനിഷൻ, വെതർ, ക്ലൈമറ്റ്, പിന്നെ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ബാക്കിയൊക്കെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി ഉള്ള ഒരു ടോപ്പിക് പോലെയാണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് മീറ്റിയോറോളജി എന്താ നോക്കാം. മീറ്റിയോറോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് derived from the Greek word meteoro and logi. അപ്പം മീറ്റിയറോ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് above the earth surface അല്ലെങ്കിൽ atmosphere, and logi എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് science. So basically atmospheric science ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം മീറ്റിയോറോളജിയിൽ കൂടുതലും ഡീൽ ചെയ്യുന്നത് ലോവർ അറ്റ്മോസ്ഫിയർ ആണ്. ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം നമ്മുടെ എർത്തിന്റെ സർഫസിൽ നിന്ന് 20 കിലോമീറ്റേഴ്സ് മേലോട്ട് വരെയുള്ള ആ ഒരു റീജിയനാണ് നമ്മൾ ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം അവിടെ നടക്കുന്ന അറ്റ്മോസ്ഫിയറിക് ഫിനോമിനൻസിന്റെ സ്റ്റഡിയാണ് നമ്മൾ മീറ്റിയോറോളജിയിൽ കൂടുതലും ഡീൽ ചെയ്യുന്നത്. ആൻഡ് മീറ്റിയോറോളജിയിൽ ഫിസിക്സും ജിയോഗ്രഫിയും വരുന്നുണ്ട്. It analyzes individual weather elements over a shorter period and smaller areas. വെതറിന്റെ ഒക്കെ എലമെന്റ്സ്, ഓരോ ഡിഫറെന്റ് വെതർ എലമെന്റ്സ് ഉണ്ട്, ടെമ്പറേച്ചർ, മോയ്സ്ചർ, ഇതൊക്കെ. അപ്പം ഇതിന്റെ ഒക്കെ പഠനമാണ് മീറ്റിയോറോളജി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഫിസിക്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. മീറ്റിയോറോളജിയിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. വൺ ഇസ് വെതർ, ദി അതർ വൺ ഇസ് ക്ലൈമറ്റ്. വെതർ ക്ലൈമറ്റും രണ്ടും ദേ ആർ ഡിഫറെന്റ്. വെതർ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സമയത്ത് നടക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ചേഞ്ചസിനാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. അതൊരു ദിവസമായിരിക്കാം, ചിലപ്പോൾ 2-3 മണിക്കൂറുകളായിരിക്കാം വെതർ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കുറെ മാസങ്ങൾ അല്ലെങ്കിൽ ഒരു സീസൺ അല്ലെങ്കിൽ വർഷങ്ങളോളം നടക്കുന്ന വെതറിന്റെ ആവറേജ് ആയിട്ടുള്ള വേരിയബിൾസിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോൾഡ് സീസൺ, സമ്മർ, വിന്റർ, ഇതെന്നൊക്കെ പറയുന്നത് ക്ലൈമറ്റ് ആണ്. നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡഡ് പീരീഡിൽ നടക്കുന്ന അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ ഈ ടേബിൾ എന്ന് പറയുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റിന്റെ ഡിഫറൻസസ് ആണ് കാണിക്കുന്നത്. അപ്പൊ വെതറിന്റെ ടൈം സ്കെയിൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആണ്, അവേഴ്സ്, ഡേയ്സ്, വീക്സ്. ദെൻ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം, സച്ച് ആസ് ഡെക്കേഡ്, സെഞ്ചുറീസ്, പിന്നെ വർഷങ്ങൾ. ഇങ്ങനത്തെ ഒരു വലിയൊരു പീരീഡാണ് ക്ലൈമറ്റ് ഡീൽ ചെയ്യുന്നത്. ഓൾസോ വെതറിന്റെ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, precipitation, വിൻഡ്, ഹ്യൂമിഡിറ്റി, ഇതൊക്കെയാണ് ഓരോ വെതർ എലമെന്റ്സ് എന്ന് പറയുന്നത്. ക്ലൈമറ്റിന്റെ എലമെന്റ്സും ഇത് തന്നെയാണ്, ടെമ്പറേച്ചർ, precipitation, വിൻഡ്, ഹ്യൂമിഡിറ്റി ഒക്കെ തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മളിവിടെ ഒരു വലിയൊരു പീരീഡിൽ സംഭവിക്കുന്ന ഈ എലമെന്റ്സിന്റെ ആവറേജ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ് നമ്മൾ ക്ലൈമറ്റിൽ എടുക്കുന്നത്. അതേപോലെ വെതർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാറാം, ഹൈലി വേരിയബിൾ ആണ്. നേരെ മറിച്ച് ക്ലൈമറ്റ് കുറച്ച് ലെസ് വേരിയബിൾ ആണ്, മെല്ലെ മെല്ലെയാണ് ക്ലൈമറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെതർ, ക്ലൈമറ്റ് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നമുക്ക് കാരണം കുറെ സമയം നടക്കുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസ് നമുക്ക് ഒരിക്കലും പ്രോപ്പർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രോബബ്ലി ചില എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ട്രെൻഡുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വെതർ നമുക്ക് കുറച്ചും കൂടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് ആക്യുറസിയിലൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. നൗ മീറ്റിയോറോളജിയിൽ വരുന്ന ഒരു ബ്രാഞ്ച് ആണ് അഗ്രികൾച്ചർ മീറ്റിയോറോളജി. അതായത് അപ്ലൈഡ് മീറ്റിയോറോളജിന്റെ ഒരു ബ്രാഞ്ച് ആണ് അഗ്രികൾച്ചർ മീറ്റിയോറോളജി. പേരിൽ തന്നെ ഉണ്ട്, അഗ്രികൾച്ചറും മീറ്റിയോറോളജിയും കമ്പൈൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് അഗ്രികൾച്ചർ മീറ്റിയോറോളജി. സോ ഇവിടെ നമ്മള് ഒരു ചെടിയോ അല്ലെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽ ഓർഗാനിസം, ബേസിക്കലി അഗ്രികൾച്ചർ നടത്തുന്ന എൻവയൺമെന്റിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ആണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പം വെതർ അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസും അഗ്രികൾച്ചർ പ്രൊട്ടക്ഷനും തമ്മിലുള്ള
ആ ഒരു ബന്ധത്തിനാണ് നമ്മൾ പഠിക്കുന്നത് agricultural meteorology. So it mainly concerned with the application of meteorology to the measurement and analysis of the physical environment in agricultural systems. മീറ്ററോളജിയിലെ പഠനം നമ്മൾ എന്താണ് അഗ്രികൾച്ചറൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അപ്ലൈഡ് മീറ്ററോളജിയുടെ ബ്രാഞ്ച് ആണ് അഗ്രികൾച്ചർ മീറ്ററോളജി എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേബിൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ടേബിൾ ആയിട്ട് കൊടുക്കുന്നുള്ളൂ. മീറ്ററോളജിയും അഗ്രികൾച്ചർ മീറ്ററോളജിയും തമ്മിലുള്ള ഡിഫറൻസസ്. മീറ്ററോളജി എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്. നേരെ മറിച്ച് അഗ്രികൾച്ചർ നമുക്ക് ആദ്യം മീറ്ററോളജിനെ മൊത്തം പറയാം. മീറ്ററോളജി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഫിസിക്സ്. ദെൻ വെതർ സയൻസ് ആണ് നമ്മൾ പറയാ, ഓർ ഫിസിക്കൽ സയൻസ്. കൂടുതലും അത് വെതർ ഫോർകാസ്റ്റിംഗിലാണ് എയിം ചെയ്യുന്നത്. ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതറിനെ പ്രെഡിക്ട് ചെയ്യുക, ഫോർകാസ്റ്റിംഗ് ചെയ്യുക. ദെൻ ഇവിടെ അതുകൊണ്ട് തന്നെ വെതർ സർവീസ് ആണ് നമ്മുടെ കൺസേൺ ആയിട്ട് വരുന്നത്. പിന്നെ അഗ്രികൾച്ചർ മീറ്ററോളജി എന്ന് പറയുമ്പോൾ അപ്ലൈഡ് മീറ്ററോളജിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഇത് അഗ്രികൾച്ചറും മീറ്ററോളജിയും കമ്പൈൻ ചെയ്യുന്നു. സോ ഇതൊരു ബയോഫിസിക്കൽ സയൻസ് ആണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. മീറ്ററോളജിക്കൽ സ്കിൽസ് വഴി നമുക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് ഇത് ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് അഗ്രികൾച്ചറിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ഫാമേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ മീറ്ററോളജി എന്നാണ് പറയുന്നത്. ഒരു 10-12 പോയിന്റ്സ് ജസ്റ്റ് വായിച്ചു വിടാനേ ഉള്ളൂ. ഒന്നാമത്തെ എന്താ വെച്ചാൽ നമുക്ക് കൃഷി നടത്തുമ്പോൾ ക്രോപ്പിംഗ് പാറ്റേൺസ് അല്ലെങ്കിൽ ക്രോപ്പിംഗ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ കുറെ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സമയത്ത് നമ്മൾ കൃഷി ഇറക്കണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് പ്ലോയിങ്, ഹാരോയിങ്, വീഡിങ്, ദെൻ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഓരോ മോഡൽസ് ഒക്കെ വെച്ചിട്ട്. ദെൻ ഇറിഗേഷൻ, പ്രോപ്പറായിട്ട് ഇറിഗേഷൻ ക്രോപ്സിന് കൊടുക്കുക. ദെൻ എഫിഷ്യന്റ് ഹാർവെസ്റ്റിംഗ്. അതേപോലെ തന്നെ കൃഷിയിൽ ഉണ്ടാവുന്ന പെസ്റ്റുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുടെ ഒക്കെ ആ തോത് കുറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വെതർ മീറ്ററോളജി അപ്ലൈ ചെയ്ത് നമുക്ക് സോയിൽ മാനേജ്മെന്റ് വരെ പ്രോപ്പർ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. സൈക്ലോൺസ്, പിന്നെ ഹെവി റെയിൻഫോൾ, ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, ഇതൊക്കെ വരും. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരിക്കലും ഇതിനൊന്നും തടഞ്ഞു നിർത്താൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്തിട്ട് എന്താണ് നമുക്ക് നമ്മുടെ കൃഷിയെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഫൈനലി ഫോറസ്റ്റ് ഫയേഴ്സ്, ഈവൻ ഫോറസ്റ്റ് ഫയേഴ്സ് ഒക്കെ നമുക്ക് എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മീറ്ററോളജി പ്രെഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റും. Then again future scope of agricultural meteorology. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് തന്നെ കുറച്ച് മാറ്റി പറഞ്ഞതെന്നുള്ളൂ, ഞാൻ ജസ്റ്റ് വായിച്ചു വിടുന്നുള്ളൂ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. സോ വാട്ട് ആർ ദി ഫ്യൂച്ചർ സ്കോപ്സ് ഓഫ് അഗ്രികൾച്ചറൽ മീറ്ററോളജി? അഗെയിൻ എഫക്റ്റീവ് ക്രോപ്പ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ക്ലൈമാറ്റിക് റിസോഴ്സ് ഒക്കെ പഠിക്കുക. ദെൻ വെതർ ബേസ്ഡ് എഫക്റ്റീവ് ഫാം ഓപ്പറേഷൻസ്, വെതർ ബേസ്ഡ് ആയിട്ടുള്ള ഫാം ഓപ്പറേഷൻസ് കൊണ്ടുവരിക. ദെൻ ക്രോപ്പും അതേപോലെ തന്നെ നമ്മൾ ഏത് വിളവിറക്കുന്നു അതും വെതറും തമ്മിലുള്ള റിലേഷൻഷിപ്സ് പഠിച്ചിട്ട് ഓരോ സീസണിലും നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം എന്ന് മുൻകൂട്ടി പഠിക്കാം. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെതർ ഫാക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്, രോഗങ്ങളും പിന്നെ കാലാവസ്ഥയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാം. ദെൻ വേറൊരു ഇമ്പോർട്ടന്റ് ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും കിട്ടുന്ന കാലാവസ്ഥയും അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അഗ്രികൾച്ചറൽ മീറ്ററോളജി വെച്ചിട്ട് നമുക്ക് ഓരോ റീജിയണിന് നമുക്ക് ഡിഫറെന്റ് ക്ലൈമാറ്റിക് സോൺസ് അല്ലെങ്കിൽ അഗ്രോ ഇക്കോളജിക്കൽ അല്ലെങ്കിൽ അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. എന്നിട്ട് ഈ ഓരോ സോണിലും നമുക്ക് ഏതൊക്കെ കൃഷി ഇറക്കാം എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ വെതർ ഡയഗ്രാംസും ദെൻ ക്രോപ്പ് വെതർ കാലണ്ടേഴ്സും പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ പറ്റും. ദെൻ ഓരോ അഗ്രോ ക്ലൈമാറ്റിക് സോൺസിലും നമുക്ക് ക്രോപ്പ് ഗ്രോത്ത് സിമുലേഷൻ മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ഒരു ഫീൽഡ് ആയിരിക്കും. അപ്പം ഈ സിമുലേഷൻ മോഡൽസ് വെച്ചിട്ട് നടത്തിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെ നമുക്ക് അഗ്രികൾച്ചർ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡ്രോട്ട്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡ്രോട്ട്സ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് എഫക്റ്റീവ് ഡ്രോട്ട് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. Then also weather based agro advisories ഡെവലപ്പ് ചെയ്തിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ സസ്റ്റെയിൻ ചെയ്യാനും പിന്നെ വെതർ ഫോർകാസ്റ്റിംഗ് മോഡൽസും സീസണൽ ക്ലൈമറ്റ് ഫോർകാസ്റ്റിംഗ് മോഡൽസും ഒക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അഗൈൻ ദെൻ മൈക്രോ ക്ലൈമറ്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ദെൻ സോയിൽ എൻവയറമെന്റിൽ വെതറിന് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് പഠിക്കാൻ പറ്റും. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറമെന്റ് ഓൾസോ. സോ അതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയായിരുന്നു. എന്താണ് അഗ്രികൾച്ചർ മീറ്റിയോളജി, എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ, ഓൾസോ എന്തൊക്കെ നമുക്ക് ഫ്യൂച്ചർ ആയിട്ട് എന്തൊക്കെ അതിൽ സംഭവിക്കാൻ അല്ലെങ്കിൽ നടത്താൻ പറ്റും. നോ അറ്റ്മോസ്ഫിയർ, ഇത് ഒരു മെയിൻ ടോപ്പിക് ആയിട്ട് ഇപ്പം ഇവിടെ നിന്ന് പഠിക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ എർത്തിന്റെ വൺ ഓഫ് ദി ക്രിട്ടിക്കൽ കോമ്പണന്റ് ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. സോ എർത്ത് ഇസ് എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് എർത്തിന് 3 സ്ഫിയേഴ്സ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത്: ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ വാട്ടർ പോർഷൻ ആണ്. സോ ഓഷ്യൻസ്, റിവേഴ്സ്, ലേക്സ്, ഗ്രൗണ്ട് വാട്ടർ, ഇതൊക്കെ ഹൈഡ്രോസ്ഫിയറിൽ വരും. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പം എർത്തിന്റെ സോളിഡ് പോർഷൻ ആണ്, ലാൻഡ് ഏരിയ ആണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പം കോണ്ടിനെന്റ്സ്, ദെൻ മൗണ്ടെയിൻസ്, എവറിത്തിങ് സോളിഡ് പോർഷൻ ആയിട്ട് വരുന്നതൊക്കെ ലിത്തോസ്ഫിയറിലാണ് വരുന്നത്. ദെൻ ഫൈനലി നമുക്കുള്ളത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ഗേഷ്യസ് പോർഷനെയാണ്. ഹൈഡ്രോസ്ഫിയറിനും ലിത്തോസ്ഫിയറിനെയും മൊത്തത്തിൽ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ റാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഫിയർ ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് atmosphere എന്ന് പറയുന്നത് it is a colorless, odorless and tasteless physical mixture of gases surrounding earth on all sides. എർത്തിന്റെ എല്ലാ വശത്തു നിന്നും സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു gaseous mixture ആണ്. ആൻഡ് മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ലിക്വിഡ് പാർട്ടിക്കിൾസ്. ലിക്വിഡ് പാർട്ടിക്കിൾസ് നമ്മുടെ എയറോസോൾസ് ആണ് പറയുന്നത്. കാരണം ചെറിയ ചെറിയ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആണ് അതിങ്ങനെ എയറിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുക. അതിനാണ് നമ്മൾ അതിനെ എയറോസോൾസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഗ്യാസസ്, അതോടൊപ്പം തന്നെ സോളിഡ് ആൻഡ് എയറോസോൾസ്, ഇതാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്. അപ്പം അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് എർത്തിൽ ജീവനുള്ളത്. ആൻഡ് ചില ഗ്യാസസ് എന്ന് പറയുന്നത് അതിന്റെ അളവ് ഫിക്സഡ് ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും വരില്ല. ആൻഡ് വേറെ ചില ഗ്യാസസിന്റെ അളവ് ഇങ്ങനെ എപ്പോഴും മാറിയും കുറഞ്ഞു ഇരിക്കും. അപ്പം നമുക്ക് അറ്റ്മോസ്ഫിയറിനെ നമുക്ക് ബേസിക് ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം: ലോവർ അറ്റ്മോസ്ഫിയർ ആൻഡ് ഹയർ അറ്റ്മോസ്ഫിയർ. ലോവർ അറ്റ്മോസ്ഫിയർ നമ്മൾ ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഹയർ ലെവൽസിലുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ ഹെട്രോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും വിളിക്കാൻ കാരണം എന്താ വെച്ചാല് ലോവർ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ്, ഓരോ ഗ്യാസസിന്റെയും അളവ് അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ ഓൾമോസ്റ്റ് ഒരേപോലെ ആയിരിക്കും എല്ലായിടത്തും. നേരെ മറിച്ച് നമ്മൾ മേലോട്ട് പോകുമ്പോൾ ഈ കെമിക്കൽ കോമ്പോസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ലെവൽ കഴിയുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ചിലപ്പോൾ ചില ഗ്യാസ് ഉണ്ടാവില്ല, ചിലത് കുറെ ഉണ്ടാവും, അങ്ങനെയൊക്കെ. അതുകൊണ്ട് നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മേലോട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലെവൽസ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് നമുക്ക് യൂസസ് ഓഫ് അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എർത്ത്. ഒന്ന് നമ്മുടെ ഇത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്രോപ്സിനുള്ള, നമ്മളെ എല്ലാ അഗ്രികൾച്ചർ ക്രോപ്സിനും റെസ്പയർ ചെയ്യാനുള്ള ഓക്സിജൻ കൊടുക്കും. അതേപോലെ തന്നെ രാവിലെ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് പ്രൊവൈഡ് ചെയ്യും. ഓൾസോ പ്ലാന്റ്സിനൊക്കെ പ്രോപ്പർ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നൈട്രജൻ ആണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത്. നൈട്രജൻ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് കൊടുക്കുന്നതും അറ്റ്മോസ്ഫിയർ ആണ്. ദെൻ പോളിനേഷന് വേണ്ടിയിട്ട് ഒരു മീഡിയം പോലെ ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആണ്. ഓൾസോ നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന UV റേസിനൊക്കെ തടഞ്ഞു നിർത്തി, ഓസോൺ ലെയർ വെച്ച് തടഞ്ഞു നിർത്തി നമ്മുടെ അഗ്രികൾച്ചർ ക്രോപ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അറ്റ്മോസ്ഫിയർ ആണ്. ദെൻ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ എർത്തിന് ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ ഉള്ളത്. ലൈഫ് സസ്റ്റെയിൻ വേണ്ടിയുള്ള ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് വാംത് ടു പ്ലാന്റ് ലൈഫ്. ആൻഡ് ഓൾസോ നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയറിലാണ് എല്ലാ തരം വെതർ ഫിനോമിനൻസ് നടക്കുന്നത്. മഴ, മഞ്ഞ്, കാറ്റ്, ഇതൊക്കെ നടക്കുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. നൗ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇത് പെർസെന്റേജ് കോമ്പോസിഷൻ പഠിച്ചിരിക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ 78.08%. Then you have oxygen 20.95%, argon 0.93%, carbon dioxide 0.03%, neon 0.0018%. ഇനി അങ്ങോട്ട് വളരെ വളരെ കുറവാണ്. ഹീലിയം 0.005%, then ozone 0.00004%, hydrogen 0.00006%, and methane 0.00017%. Now composition of atmosphere. അപ്പം അറ്റ്മോസ്ഫിയർ നമുക്ക്
ഓരോ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ തരുന്നത്. ഇത് കോമ്പോസിഷൻ ലെവൽസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. യു ഹാവ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതില് ട്രോപ്പോസ്ഫിയറിനാണ് നമ്മൾ ലോവർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ബാക്കി നാലെണ്ണത്തിന് നമ്മൾ ഒന്നിച്ചാണ് ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ട്രോപ്പോസ്ഫിയർ നോക്കാം. ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴെയുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ. ഇത് പേര് വരാൻ കാരണം ട്രോപ്പ് മീൻസ് മിക്സിംഗ് അല്ലെങ്കിൽ ടർബുലൻസ്, ആൻഡ് സ്ഫിയർ മീൻസ് റീജിയൻ. അപ്പം ഇവിടെ എയറിന്റെ മിക്സിംഗ് ഒക്കെ നല്ലോണം നടക്കും, അല്ലെങ്കിൽ എയറിന്റെ മൂവ്മെന്റ് നല്ലോണം കൂടുതലായിരിക്കും. ട്രോപ്പോസ്ഫിയർ ആവറേജ് ആയിട്ട് നമ്മുടെ സർഫസ് ലെവലിൽ എർത്തിന്റെ സർഫസിന് ഒരു 20 കിലോമീറ്റർ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതൊരു മീൻ സീ ലെവലിൽ ആവറേജ് ആയിട്ട് നമുക്ക് 14 to 20 കിലോമീറ്റേഴ്സ് എടുക്കാം. പക്ഷെ എല്ലായിടത്തും ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരേപോലെ അല്ല. ഇക്വേറ്ററിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. നേരെ മറിച്ച് നമ്മൾ നോർത്ത് പോളിലും സൗത്ത് പോളിലോട്ടും വരുമ്പോൾ അത് വെറും 7. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ TechPSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. 8 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇക്വേറ്ററിലോട്ടുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സൂര്യന്റെ വെളിച്ചം കിട്ടുന്നത്. അപ്പം അവിടെയുള്ള ഭാഗങ്ങളിൽ ഉള്ള എയർ പെട്ടെന്ന് ചൂടായി എയർ എക്സ്പാൻഡ് ചെയ്ത് എയർ മേലോട്ട് പോകും. അപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ അവിടത്തെ ഉള്ള ഭാഗം, ട്രോപ്പോസ്ഫിയറിൽ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരിക്കും, 16 കിലോമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഇക്വേറ്ററിലായിരിക്കും ഗ്രാവിറ്റിന്റെ എഫക്ട് ഏറ്റവും കുറവ്. കാരണം ഇക്വേറ്റർ കുറച്ചും കൂടെ ദൂരത്തിലാണ് നിൽക്കുന്നത്. എർത്ത് പ്രോപ്പർ റൗണ്ട് അല്ല, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അപ്പം എർത്തിന്റെ നടുവിൽ നിന്ന് ഇക്വേറ്ററിലോട്ടുള്ള ദൂരം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിലുള്ള ഗ്രാവിറ്റി കുറവാണ്. സോ എയറിന് കുറച്ചും കൂടെ പെട്ടെന്ന് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പോൾസിൽ അങ്ങനെയല്ല. പോൾസും പിന്നെ എർത്തിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഗ്രാവിറ്റി കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. സോ ട്രോപ്പോസ്ഫിയറിന്റെ ആ ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ചായിരിക്കും. അതുകൊണ്ടാണ് പോൾസിൽ 7 to 8 കിലോമീറ്റേഴ്സ് വരുന്നത്. നൗ അണ്ടർ നോർമൽ കണ്ടീഷൻസ് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് മാറും. ഓരോ നോർത്ത് പോളും സൗത്ത് പോളിലും കുറവാണ്, ഇക്വേറ്ററിൽ കുറച്ചുകൂടെ കൂടുതലാണ്. അതേപോലെ തന്നെ ഓരോ സീസൺസ് വരുമ്പം ടെമ്പറേച്ചറിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് കുറയും അല്ലെങ്കിൽ കൂടും. ദെൻ ട്രോപ്പോസ്ഫിയറിലാണ് മോസ്റ്റ് ഓഫ് ദി ക്ലൗഡ്സ്, ദെൻ തണ്ടർ സ്റ്റോംസ്, സൈക്ലോൺസ്, ആന്റി സൈക്ലോൺസ്, റെയിൻ, സ്നോ, ഇങ്ങനത്തെ എല്ലാ വെതർ ഇവന്റ്സും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. കാരണം ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ വേപ്പറും എയറോസോൾസും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറിനെ സീറ്റ് ഓഫ് വെതർ ഫിനോമിന എന്ന് വിളിക്കുന്നത്. ദെൻ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് കൂടുന്തോറും വിൻഡിന്റെ സ്പീഡ് കൂടും. ആൻഡ് ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും മേലെ ആയിരിക്കും വിൻഡിന്റെ വെലോസിറ്റി ഏറ്റവും കൂടുതൽ. ദെൻ വൺ ഓഫ് ദി അനദർ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രോപ്പോസ്ഫിയറിന് മേലോട്ട് പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇതിനാണ് നമ്മൾ തെർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ കിലോമീറ്റർ മേലോട്ട് പോകും തോറും നമ്മുടെ ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറഞ്ഞു പോകും. സോ ദിസ് ഇസ് റെഫർഡ് ടു ആസ് തെർമൽ ലാപ്സ് റേറ്റ്, ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിംഗ് എലിവേഷൻ. ആൻഡ് നമ്മുടെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന മിക്ക റേഡിയേഷൻസും എർത്തിന്റെ സർഫസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ എർത്തിന്റെ സർഫസിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അതുകൊണ്ട് ട്രോപ്പോസ്ഫിയർ താഴേന്ന് മേലോട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ട് പോകും. സോ ട്രോപ്പോസ്ഫിയറിന് ഏറ്റവും താഴെ ആയിരിക്കും കൂടുതൽ ചൂടുണ്ടാവുക. അത് മേലോട്ട് പോകുമ്പോൾ ചൂട് കുറഞ്ഞു വരും. ആൻഡ് ട്രോപ്പോസ്ഫിയറിലാണ് ഓൾമോസ്റ്റ് 75% ഓഫ് ടോട്ടൽ ഗ്യാസസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മോയ്സ്ചർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളത്. ദെൻ ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും മേലെ ഉള്ള ആ ഒരു ഭാഗത്തിനെ നമ്മൾ ട്രോപ്പോപോസ് എന്നാണ് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ്. ഈ ഒരു ലെയറിൽ
എന്താണ് കാര്യമായിട്ട് എയറിന്റെ വെലോസിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല, എയറിന് അധികം മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല, കുറച്ച് സ്റ്റാറ്റിക് ആയിരിക്കും. ആൻഡ് ലാറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഇക്വേറ്ററിൽ നിന്ന് പോളിലോട്ട് പോകുന്നതിനനുസരിച്ച് ട്രോപ്പോപോസ് നിൽക്കുന്ന ആ ഒരു ഭാഗം ഹൈറ്റ് മാറിക്കൊണ്ടിരിക്കും. ദെൻ ട്രോപ്പോപോസിലാണ് മിക്ക ഏവിയേഷൻ നടക്കുന്നത്. മിക്ക എയർക്രാഫ്റ്റ്, എയറോപ്ലെയിൻസ്, ജെറ്റ്സ് ഇതൊക്കെ കൂടുതലായിട്ടും സഞ്ചരിക്കുന്നത് ട്രോപ്പോപോസ് വഴിയാണ്. കാരണം ഇവിടെ എയർ മൂവ്മെന്റ് കുറവാണ്, അപ്പം ടർബുലൻസ് കുറവായിരിക്കും, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് എയർക്രാഫ്റ്റ്സിനൊക്കെ നീങ്ങാൻ പറ്റും. സെക്കൻഡ് ലെയർ ഇസ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ അബൌട്ട് ട്രോപ്പോസ്പോസ്. അപ്പം 20 കിലോമീറ്റർ മുതൽ 50 to 55 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ലൊക്കേഷൻ. സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ സീറ്റ് ഓഫ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം സ്ട്രാറ്റോസ്ഫിയറിന് ഏറ്റവും മേലെയായിട്ടാണ് ഓസോൺ ലെയർ ഉള്ളത്. ഈ ഓസോൺ ലെയറിൽ കുറെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ്, 50 to 55 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ലൊക്കേഷൻ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് ഏറ്റവും താഴെ, അതായത് 20 കിലോമീറ്ററിന്റെ ആ ഒരു റീജിയനിൽ എന്താണ് എയറിന്റെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ എയർ ക്ലിയർ, തിൻ, കോൾഡ് ആൻഡ് ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ കാര്യമായിട്ട് മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ കുറച്ച് മേലോട്ട് പോയാൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങും. ആൻഡ് ഇത് നേരെ ട്രോപ്പോസ്ഫിയർ നേരെ ഓപ്പോസിറ്റ് ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. പക്ഷെ സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോൾ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. ദെൻ നേരത്തെ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും അപ്പർ റീജിയനിലായിട്ട് ഓസോൺ ലെയർ ഉണ്ട്. ഗുഡ് ഓസോൺ ഇവിടെയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഓസോണോസ്ഫിയർ എന്നും വിളിക്കാറുണ്ട്. ഈ ഓസോൺ ലെയർ ആണ് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന UV റേസിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ക്യാൻസറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റോസ്ഫിയറിലുള്ള എയർ ഡെൻസിറ്റി കുറച്ച് കുറവാണ്. കാരണം ഗ്രാവിറ്റിന്റെ എഫക്റ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ എയറിന്റെ എമൗണ്ടും കുറവായിരിക്കും. ദെൻ കൺവെക്ഷന്റെ അളവും കുറവാണ്. ദെൻ ഓൾസോ പെർസിസ്റ്റൻസ് ഓഫ് സർക്കുലേഷൻ പാറ്റേൺസ് ആൻഡ് ഹൈ വിൻഡ് സ്പീഡ് കുറച്ച് കൂടുതലാണ്. ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും മേലത്തെ അപ്പർ ബൗണ്ടറി ഇസ് കോൾഡ് സ്ട്രാറ്റോസ്പോസ്. സ്ട്രാറ്റോപോസിലും എയറിന്റെ മൂവ്മെന്റ് കുറവായിരിക്കും, കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പോസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റോപോസ് എന്ന് പറഞ്ഞ റീജിയനിൽ പൊതുവെ ക്ലൗഡ്സ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് യൂഷ്വലി തണുത്ത കാലം വിന്റർ സീസണിൽ ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയൻസിൽ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് കാണാറുണ്ട്. ആൻഡ് ദിസ് ലെയർ സ്ട്രാറ്റോപോസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ആ ഒരു പോയിന്റിലാണ് ജെറ്റ് പ്ലെയിൻസ് പറക്കുന്നത്. ദിസ് ഇസ് ദി ഹൈയസ്റ്റ് പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ജെറ്റ് പ്ലെയിൻസ് ക്യാൻ റീച്ച്. മൂന്നാമത്തെ ലെയർ ആണ് മീസോസ്ഫിയർ. So mesosphere is located between 50 to 80 kilometers above the Earth's surface. And mesosphere വീണ്ടും again ഇവിടെ വീണ്ടും തലതിരിയാണ് ടെമ്പറേച്ചർ. ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരും. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു കോൾഡ് ആയി വരാൻ തുടങ്ങും. ആൻഡ് മീസോസ്ഫിയറിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് പോർഷനിൽ ടെമ്പറേച്ചർ റീച്ച് അറൌണ്ട് -95 ഡിഗ്രി സെൽഷ്യസ്. എർത്ത് സിസ്റ്റത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ പോയിന്റ് എന്ന് പറയുന്നത് മീസോസ്ഫിയറിന്റെ ഹയസ്റ്റ് ലെവലാണ്. ടെമ്പറേച്ചർ -95 ഡിഗ്രി സെൽഷ്യസ് ഓർ -120 ഡിഗ്രി ഫാരൻഹൈറ്റ്. ഇവിടെ മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മീസോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിന്റെ അളവൊക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഇത്രയും കുറവുള്ള വാട്ടർ വേപ്പർ ആണെങ്കിൽ പോലും പ്രത്യേകതരം ക്ലൗഡ്സ് ഉണ്ടാവാറുണ്ട് മീസോസ്ഫിയറിൽ. ഈ ക്ലൗഡ്സിനെ നമ്മൾ നോക്ടിലൂസൻ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. നോക്ടിലൂക്കൻ ക്ലൗഡ്സ് ആണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉള്ള ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റിലുള്ള ക്ലൗഡ്സ് എന്ന് പറയുന്നത്. സോ ഹൈയസ്റ്റ് ക്ലൗഡ്സ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ ആർ നോക്ടിലൂക്കൻ ക്ലൗഡ്സ്. അത് മീസോസ്ഫിയറിലാണ് ഉള്ളത്. ഓൾമോസ്റ്റ് 70 to 80 കിലോമീറ്റേഴ്സ് ആ റേഞ്ചിലാണ് കാണാറുള്ളത്. ദെൻ നമ്മുടെ സ്പേസിൽ നിന്ന് വരുന്ന മീറ്റിയോർസ് ഇതൊക്കെ അറ്റ്മോസ്ഫിയർ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ പോകുമ്പോൾ അതിങ്ങനെ ഫ്രിക്ഷൻ കാരണം കത്തിത്തീരും. അത് കൂടുതലും നടക്കുന്നത് മീസോസ്ഫിയറിൽ എത്തുമ്പോഴാണ്. മീസോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവാൻ തുടങ്ങും. ദെൻ മീസോസ്ഫിയറിന്റെ ഏറ്റവും അപ്പർ ബൗണ്ടറിനെ നമ്മൾ മീസോപോസ് എന്നാണ് വിളിക്കുന്നത്. സോ ട്രോപ്പോസ്പോസ്, സ്ട്രാറ്റോപോസ്, then mesopause. Fourth layer is called thermosphere. Thermosphere lies between 80 kilometer to 400 kilometer. മീസോസ്ഫിയർ കഴിഞ്ഞു, മീസോസ്ഫിയറിന് മേലെ മീസോപോസ് ഉണ്ട്, അതിന് തൊട്ട് മേലായിട്ട് തെർമോസ്ഫിയർ. അപ്പം 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ. തെർമോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ വെച്ചാല്
ഇവിടെ എഗെയിൻ ഗ്യാസസിന്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് അയണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണാറുണ്ട്. അയണൈസ് എന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ഉള്ള പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കുറെ അയോൺസ് ഉണ്ടാവും. അപ്പം അതിന്റെ ഒരു കോൺസെൻട്രേഷൻ തെർമോസ്ഫിയറിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അയണോസ്ഫിയർ എന്നും വിളിക്കാറുണ്ട്. കാരണം അയോൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. മീസോസ്ഫിയറിന് ശേഷം തെർമോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ വീണ്ടും കൂടാൻ തുടങ്ങും. ഓൾമോസ്റ്റ് 2000°C വരെ തെർമോസ്ഫിയറിന്റെ ഏറ്റവും മേലത്തെ പോയിന്റ് എത്തുമ്പോൾ എത്തും. ആൻഡ് നേരത്തെ പറഞ്ഞ തെർമോസ്ഫിയർ നമ്മൾ അയണോസ്ഫിയർ എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ ഗുണം പ്രത്യേകത എന്ന് വെച്ചാൽ അയണോസ്ഫിയറിലൂടെയാണ് റേഡിയോ വേവ്സ് ഒക്കെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് തെർമോസ്ഫിയർ ഓർ അയണോസ്ഫിയർ. ദെൻ ഈ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലൗഡ്സ് ഒന്നും കാണാറില്ല, വാട്ടർ വേപ്പറും കാണാറില്ല. ദെൻ തെർമോസ്ഫിയർ ഓർ അയണോസ്ഫിയറിലാണ് നമ്മുടെ നോർത്തേൺ ലൈറ്റ്സും സദേൺ ലൈറ്റ്സും കാണുന്നത്. ഔറോറ ബോറിയാലിസ് ആൻഡ് ഔറോറ ഓസ്ട്രാലിസ്. ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ തെർമോസ്ഫിയറിലാണ് കുറെ ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ഉണ്ടാവും. അപ്പം അത് തമ്മിലുള്ള ഒരു റിയാക്ഷൻ കാരണം കുറെ ലൈറ്റ്സ് ഒക്കെ കാണാറുണ്ട്. വിച്ച് ഇസ് റെഫർഡ് ടു ആസ് നോർത്തേൺ ലൈറ്റ്സ് ആൻഡ് സദേൺ ലൈറ്റ്സ്. അതുപോലെ തന്നെ തെർമോസ്ഫിയറിലാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും സഞ്ചരിക്കുന്നത്. ഏറ്റവും മേലത്തെ ലെയർ ആണ് എക്സോസ്ഫിയർ. ദിസ് ഇസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. 400 to 1000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ ഇത്ര ഒരു ഹൈറ്റിൽ എത്തുമ്പോഴേക്കും ആറ്റംസിന്റെ അറ്റ്മോസ്ഫിയറിലെ ആറ്റംസിന്റെ ഡെൻസിറ്റി വളരെ വളരെ കുറവായിരിക്കും. കൂടുതലായിട്ട് കാണുന്നത് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഗ്യാസസ് ആണ്. ദെൻ അതേപോലെ തന്നെ ഒരു 500 to 600 കിലോമീറ്റർ എത്തുമ്പോഴേക്കും അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസിന്റെ ഡെൻസിറ്റി വല്ലാണ്ട് കുറയും. അത് കാരണം ഇത്രയും കുറവാകും കാരണം അവർ തമ്മില് കൂട്ടിമുട്ടലൊന്നും നടക്കാറേ ഇല്ല. അതിലേക്ക് അത്രയും ഡിസ്റ്റൻസിലായിരിക്കും ഓരോ മോളിക്യൂൾസ് ഉണ്ടാകും. സോ ഒരു തരത്തിലുള്ള കൊളീഷൻസും നടക്കാറില്ല. അത്രയുള്ള എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഡിഫറെന്റ് ലെയേഴ്സ്. ആൻഡ് ദിസ് ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ആൻഡ് ഓരോ എക്സ്റ്റൻഷൻ ആണ്. സോ ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ ഒരു ഗ്രൗണ്ട് ലെവൽ മുതൽ 20 കിലോമീറ്റേഴ്സ് വരെയാണ്. ടെമ്പറേച്ചർ ഇങ്ങനെ ഹൈറ്റ് കൂടുതലും കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ദെൻ അതിന്റെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ട്രോപ്പോപോസ്. ദെൻ യു ഹാവ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ ലോവർ സ്ട്രാറ്റോസ്ഫിയർ റീജിയനിൽ ടെമ്പറേച്ചറിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ആ ഒരു 20 കിലോമീറ്റേഴ്സ് വരെ ആ ഒരു റേഞ്ചിൽ അവിടെ എയർ മൂവ്മെന്റും വളരെ കുറവായിരിക്കും. ദെൻ സ്ട്രാറ്റോസ്ഫിയറിലൂടെ സഞ്ചരിക്കുമ്പോൾ എയറിന്റെ ടെമ്പറേച്ചർ വീണ്ടും കൂടിക്കൂടി വരുന്നു. 50 കിലോമീറ്റേഴ്സ് വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ. ദെൻ 50 to 80 കിലോമീറ്റേഴ്സ് ഇസ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് -95°C വരെ എത്തുന്നു. ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ദെൻ മീസോസ്ഫിയറിന് ശേഷം യു ഹാവ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുന്നു. ഓൾമോസ്റ്റ് 1000°C ആ റേഞ്ചിലോട്ട് 1000 to 2000°C റേഞ്ചിലോട്ടാണ് പോകുന്നത്. ദെൻ ഓരോ അറ്റ്മോസ്ഫിയർ ലെയറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ട്രോപ്പോപോസ്, സ്ട്രാറ്റോപോസ്, മീസോപോസ്. ദെൻ തെർമോസ്ഫിയറിന് ശേഷം തെർമോപോസ് എന്ന് പറയാൻ അങ്ങനെ പ്രോപ്പർ ആയിട്ടില്ല. കാരണം ദെൻ എക്സോസ്ഫിയർ ആണ്. അതൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നൗ നെക്സ്റ്റ് ടോപ്പിക് വെദർ ആൻഡ് ക്ലൈമറ്റ്. വെദർ ആൻഡ് ക്ലൈമറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വെദർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുള്ള ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈമിലുള്ള അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷനെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. Daily or short-term variations of different conditions of lower air, temperature, pressure, wind, rainfall. ഇതിലൊക്കെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻസിനാണ് നമ്മൾ വെദർ എന്ന് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഈ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, റെയിൻഫോൾ ഇതിനൊക്കെയാണ് നമ്മൾ വെദർ മീറ്ററോളജിക്കൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു റീജിയനിലുള്ള കുറെ കാലത്തോളം സംഭവിക്കുന്ന വെദർ ഇവന്റ്സിന്റെ ഒരു ആവറേജിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സം ഓഫ് ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻസ് ഓഫ് വെദർ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഡ്യൂറിംഗ് എ സ്പെസിഫൈഡ് ഇന്റർവൽ ഓഫ് ടൈം, യൂഷ്വലി എ സീസൺ, എ ഇയർ ഓർ ഈവൻ എ ഡെക്കേഡ്. ഒരു സീസണിലോ ഒരു വർഷങ്ങളിലോ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ കുറെ വർഷങ്ങളിലോ ആ ഒരു പ്രത്യേക സ്ഥലത്ത് നടന്ന വെദർ ഇവന്റ്സിന്റെ ഒരു ആവറേജിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. സോ യൂഷ്വലി ക്ലൈമാറ്റിക് നോവൽസ് എന്ന് പറയുന്നത് ആവറേജ് എടുക്കുന്നത് 30 years ആണ്. അപ്പം
ഇത് വെച്ച് നമുക്ക് ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. Then what are the factors affecting climate? First factor is latitude. Latitude എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് എർത്തിലുള്ള സർഫസിലൂടെ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലൂടെ പോകുന്ന ഇമാജിനറി ലൈൻസ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അപ്പം ഏറ്റവും നടുവിലായിട്ട് യു ഹാവ് 0° ഇക്വേറ്റർ. ദെൻ മേലോട്ട് പോകുമ്പോൾ ഏറ്റവും മേലെ 90 ഡിഗ്രിയിലുള്ള നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പം ഓരോ ലാറ്റിറ്റ്യൂഡിലും കിട്ടുന്ന അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് ആ സ്ഥലത്ത് ഉണ്ടാവുന്ന ക്ലൈമറ്റും മാറിക്കൊണ്ടേ ഇരിക്കും. കാരണം ഓരോ ലാറ്റിറ്റ്യൂഡിലും കിട്ടുന്ന സൂര്യന്റെ പ്രകാശം വ്യത്യസ്തമായിരിക്കും. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത് ഇക്വേറ്റർ ഭാഗത്തായിരിക്കും. കാരണം സൂര്യനും ഇക്വേറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. നേരെ മറിച്ച് നോർത്ത് പോളും സൗത്ത് പോളിലും വരുമ്പോഴേക്കും നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് സൂര്യന്റെ പ്രകാശം കുറവായിരിക്കും. സോ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത് ഇക്വേറ്റർ റീജിയനിലായിരിക്കും ആൻഡ് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഉള്ളത് പോളാർ റീജിയനിലായിരിക്കും. ഇതിനനുസരിച്ച് നമുക്ക് മെയിൻ ആയിട്ട് 4 ക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് തരംതിരിക്കാം ലാറ്റിറ്റ്യൂഡിനനുസരിച്ച്: ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആൻഡ് പോളാർ ക്ലൈമറ്റ്. ദെൻ അനദർ ഫാക്ടർ ഇസ് ഓൾട്ടിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് ക്ലൈമറ്റ് മാറും, കാരണം ടെമ്പറേച്ചർ കിട്ടുന്നത് ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചും നമ്മുടെ ക്ലൈമറ്റ് മാറും. എർത്തിന്റെ ഏറ്റവും സർഫസിലോട്ട് മീൻ സീ ലെവലിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് ഏറ്റവും കൂടുതൽ. കാരണം സൂര്യന്റെ എല്ലാ ടെമ്പറേച്ചറും വലിച്ചെടുക്കുന്നത് എർത്തിന്റെ സർഫസിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് സർഫസിലായിരിക്കും. പക്ഷെ ഹൈറ്റ് കൂടുന്നതും അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. ഓരോ കിലോമീറ്റർ മേലോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയും. ദിസ് ഇസ് റെഫർഡ് ടു ആസ് തെർമൽ ലാപ്സ്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. ആൻഡ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. പ്രസിപ്പിറ്റേഷൻ, അതായത് മഴേന്റെ ഒക്കെ അളവ് കൂടും. ഹൈറ്റ് കൂടുന്ന മഴേന്റെ അളവും വിൻഡിന്റെ സ്പീഡും വിൻഡ് വെലോസിറ്റിയും കൂടും. സോ ഗ്രൗണ്ട് ലെവലിലുള്ള അല്ലെങ്കിൽ സീ ലെവലിലുള്ള ക്ലൈമറ്റും പിന്നെ മൗണ്ടെയിൻസിന്റെ മേലെയുള്ള ക്ലൈമറ്റും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് തന്നെ ആ ഓരോ ഭാഗം ഓൾട്ടിറ്റ്യൂഡിലുള്ള വെജിറ്റേഷൻ, പിന്നെ സോയിൽ ടൈപ്സ്, ദെൻ ഏതൊക്കെ ക്രോപ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ മാറും. Next factor is precipitation. So precipitation വെച്ചാൽ ഇറ്റ് ഇസ് ദി ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ. അപ്പം ഈ ഒരു മഴയാണ് മെയിൻ ആയിട്ടുള്ള precipitation. സോ മഴയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഓരോ സ്ഥലത്തുള്ള വെജിറ്റേഷനും പിന്നെ അതിന്റെ കൾട്ടിവേറ്റഡ് ക്രോപ്സും മാറും. അപ്പം മഴയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമ്മൾ ഓരോ ഡിഫറെന്റ് ക്രോപ്പ് റീജിയൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. You have arid climatic region, semi-arid region, sub-arid region and humid region. ഇത് മഴയുടെ അളവിനനുസരിച്ചാണ്. So less than 500 millimeter ആണ് rainfall എങ്കിൽ it is called arid region. 500 to 750 millimeter ആണെങ്കിൽ semi-arid region. 750 to 1000 millimeter ആണെങ്കിൽ sub-arid region. Then more than 1000 millimeter rainfall കിട്ടുന്നുണ്ടെങ്കിൽ humid climatic region. Next factor is soil type. സോയിൽ എന്ന് പറയുന്നത് കൂടുതലും വെതർ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഇവന്റ്സ് കൊണ്ടാണ് നടക്കുന്നത്. വെതറിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സോ മണ്ണ് എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാല് പാറയിൽ നിന്നും അല്ലെങ്കിൽ വലിയ വലിയ മൗണ്ടൻസിൽ നിന്നും മഴയും പിന്നെ ടെമ്പറേച്ചർ, സൺലൈറ്റ് ഇതൊക്കെ കാരണം പൊടിഞ്ഞാണ് ഈ പാറ കഷ്ണങ്ങൾ പൊടിഞ്ഞാണ് ബേസിക്കലി മണ്ണുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വെതർ ഓർ ക്ലൈമറ്റ് ആൻഡ് സോയിൽ തമ്മിലൊരു വലിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. മാത്രമല്ല സോയിൽ സർഫസിന്റെ കളറിനനുസരിച്ച് ആ ഒരു സോയിൽ എത്രത്തോളം ഹീറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ, സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ് എത്രത്തോളം വലിച്ചെടുക്കും എന്നുള്ളത് മാറും. ഫോർ ഇൻസ്റ്റൻസ് വൈറ്റ് കളർ അല്ലെങ്കിൽ കളർ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മണ്ണിനൊക്കെ റേഡിയേഷൻസ് റിഫ്ലക്ട് ചെയ്യും.
നേരെ മറിച്ച് ബ്ലാക്ക് കളറിലുള്ള സോയില് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സോയിലുള്ള ഏരിയാസ് ഭയങ്കര ഹോട്ട് ആയിരിക്കും. ആ റീജിയൻസ് ബ്ലാക്ക് സോയിൽ ഏരിയാസ് ഉള്ള റീജിയൻസിൽ ക്ലൈമറ്റ് ഹോട്ട് ആയിരിക്കും. നേരെ മറിച്ച് റെഡ് സോയിൽ ഏരിയാസ് യൂഷ്വലി കുറച്ചും കൂടെ കൂളായിരിക്കും. കാരണം റെഡ് സോയിൽസ് ബ്ലാക്ക് സോയിലിനെ കമ്പയർ ചെയ്യുമ്പോൾ അധികം ഹീറ്റ് വലിച്ചെടുക്കൂല. അതുകൊണ്ട് തന്നെ ആ റീജിയനിലുള്ള ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ക്ലൈമറ്റും കുറച്ച് കോൾഡ് ആയിരിക്കും. Then next factor which affects climate is nearness to large water bodies. So വെള്ളത്തിനോടനുസരിച്ച് ഓഷ്യൻസ്, റിവേഴ്സ്, ഇതിനോടൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ക്ലൈമറ്റും പിന്നെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളിലുള്ള ക്ലൈമറ്റും വ്യത്യസ്തമായിരിക്കും. ലേക്സ്, സീസ്, പിന്നെ അതിനുള്ള വാട്ടർ കറന്റ്സ്, ഇതൊക്കെ അതിനടുത്തുള്ള സറൗണ്ടിങ് ഏരിയാസിലെ ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഐലൻഡ്സും കോസ്റ്റൽ ഏരിയാസും ഒക്കെ. കാരണം എന്താ വെച്ചാല് ഐലൻഡ്സും കോസ്റ്റൽ ഏരിയാസിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കുറച്ചും കൂടെ മൈൽഡ് ആയിരിക്കും. വലിയൊരു വേരിയേഷൻ വരുന്നില്ല. സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സമ്മറോ വിന്ററോ ആയിരിക്കില്ല നമ്മുടെ കോസ്റ്റൽ ഏരിയാസ്. കേരളയ്ക്കൊക്കെ അങ്ങനെയാണ്. നേരെ മറിച്ച് ഇന്ത്യന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ, ഡൽഹിയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ചുറ്റും വാട്ടർ ബോഡീസ് ഒന്നുമില്ല, ഓഷ്യൻസ് ഇല്ല, റിവേഴ്സിന്റെ ലേക്സ് അതൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. എക്സ്ട്രീം സമ്മേഴ്സ്, എക്സ്ട്രീം വിന്റേഴ്സ്. കാരണം വാട്ടർ ബോഡീസ് അടുത്തില്ല. അപ്പം ടെമ്പറേച്ചറിനെ ഒന്ന് മയപ്പെടുത്താൻ, ടെമ്പറേച്ചർ ഒന്ന് സ്റ്റേബിൾ ആക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് ഉള്ളിലോട്ടുള്ള കോണ്ടിനെന്റ്സിന്റെ ഇന്റീരിയർ റീജിയൻസ് ഒക്കെ കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസും ഐലൻഡ്സിന്റെയും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ ബാധിക്കുന്ന വേറൊരു ഫാക്ടറാണ് ഓഷ്യൻ കറന്റ്സ്. ഓഷ്യന്റെ മേലെ കൂടെ സഞ്ചരിക്കുന്ന കുറെ വാട്ടർ കറന്റ്സ് ഉണ്ട്. ഹോട്ട് കറന്റ്സും കോൾഡ് കറന്റ്സും ഒക്കെ. ഇതിനനുസരിച്ച് അവിടെ മഴയും, ചില സ്ഥലങ്ങളിൽ മഴ വല്ലാണ്ട് കിട്ടും, ചില സമയത്ത് ടെമ്പറേച്ചർ ഒന്നും വല്ലാണ്ട് ഒന്ന് മോഡറേറ്റ് ആക്കാനൊക്കെ ഓഷ്യൻ കറന്റ്സും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഫാക്ടർ എഫക്റ്റിംഗ് ഇസ് ടോപ്പോഗ്രഫി. സോ ഒരു ലാൻഡ്സ്കേപ്പിന്റെ സർഫസ് ഓഫ് ദി ലാൻഡ്സ്കേപ്പ് ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഓൾട്ടിറ്റ്യൂഡ് ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ കുന്നിന്റെ ചരിവും പിന്നെ ഏത് ഭാഗത്തോട്ടാണ് സൂര്യനെ ഫേസ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ക്ലൈമറ്റ് അഫക്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു മൗണ്ടെയിൻ എടുത്താല് ആ മൗണ്ടെയിന് രണ്ട് സൈഡ് ഉണ്ട്, വിൻഡ്വേർഡ് സൈഡ് ആൻഡ് ലീവേർഡ് സൈഡ്. വിൻഡ്വേർഡ് സൈഡ് എന്ന് വെച്ചാൽ യൂഷ്വലി വിൻഡ് സഞ്ചരിക്കുന്ന ഭാഗം മൗണ്ടനായിട്ട് തട്ടുന്നുണ്ടെങ്കിൽ അതാണ് വിൻഡ്വേർഡ് സൈഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. നമുക്ക് കേരളത്തിൽ വെസ്റ്റേൺ ഗട്ട്സ് എടുക്കാം. വെസ്റ്റേൺ ഗട്ട്സിന് കേരളത്തിനോട് ഫേസ് ചെയ്യുന്ന ആ ഒരു വെസ്റ്റേൺ ഗട്ട്സിന്റെ ആ ഭാഗത്ത് നമ്മൾ വിൻഡ്വേർഡ് സൈഡ് എന്നാണ് വിളിക്കുന്നത്. നേരെ പക്ഷെ തമിഴ്നാടിന് ഫേസ് ചെയ്യുന്ന വെസ്റ്റേൺ ഗട്ട്സിന്റെ ആ ഭാഗത്തിന് നമ്മൾ ലീവേർഡ് സൈഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് വരും, അപ്പം വെസ്റ്റേൺ ഗട്ട്സിനെ തട്ടും. ആ വെസ്റ്റേൺ ഗട്ട്സിൽ ഈ മൺസൂൺ വിൻഡ്സ് തട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കേരളത്തിന്റെ സൈഡിന് മഴ കിട്ടുന്നത്. അപ്പൊ മഴ കിട്ടുന്ന ആ ഒരു സൈഡിനാണ് നമ്മൾ വിൻഡ്വേർഡ് സൈഡ് എന്ന് പറയുന്നത്. യൂഷ്വലി വിൻഡ്വേർഡ് സൈഡിനാണ് കൂടുതൽ മഴ കിട്ടുന്നത്. നേരെ മറിച്ച് ലീവേർഡ് സൈഡിൽ മഴ കുറവായിരിക്കും. കാരണം വെസ്റ്റേൺ ഗട്ട്സിലുള്ള ആ ഒരു മലേനെയൊക്കെ സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ് തട്ടി സഞ്ചരിച്ചു, എന്നിട്ട് കിട്ടേണ്ട മഴയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കേരളയ്ക്ക് കിട്ടി. ബാക്കി ഇതിന് അപ്പുറത്തോട്ട് വരുമ്പോഴേക്കും മഴയൊന്നും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ലീവേർഡ് സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ഇസ് വെജിറ്റേഷൻ. ഇപ്പം ഓരോ സ്ഥലത്തുള്ള വെജിറ്റേഷൻ അനുസരിച്ച് ക്ലൈമറ്റ് മാറും. ഫോർ എക്സാമ്പിൾ ട്രോപ്പിക്കൽ റീജിയൻസിൽ തിക് വെജിറ്റേഷൻസ് ആണുള്ളത്. ഇവിടെ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും വളരെ കൂടുതലാണ്. അപ്പം ഇവിടെ ഉള്ള വലിയ വലിയ മരങ്ങളായിരിക്കും, ഭയങ്കര ഹൈറ്റ് ഉള്ള വലിയ ലീവ്സ് ഒക്കെ ഉള്ള മരങ്ങളായിരിക്കും, തിക്ക് ആയിരിക്കും. വെജിറ്റേഷൻ ഇസ് ഓൾസോ എ ഫാക്ടർ which affects the climate. Now, ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണ്. കാരണം ഇന്ത്യയുടെ ടോപ്പോഗ്രഫി വളരെ വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യന്റെ 3 സൈഡിലും ഓഷ്യൻസ് ഉണ്ട്. അപ്പം കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്, ദെൻ മൗണ്ടെയിൻസ് ഉണ്ട്, ഉള്ളിലായിട്ട് കുറെ റീജിയൻസ് ഉണ്ട്. അപ്പം ഓരോ സ്ഥലത്തും കിട്ടുന്ന മഴയും കാറ്റും പിന്നെ ടെമ്പറേച്ചറും വളരെ വ്യത്യസ്തമാണ്. അപ്പം ഇതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ക്ലൈമാറ്റിക് സോൺസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻസ് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ട്രോപ്പിക്കൽ സാവന്ന.
ട്രോപ്പിക്കൽ 7 അപ്പം ഓരോ ക്ലൈമാറ്റിക് റീജിയൻസിനും ഡിനോട്ട് ചെയ്യാനായിട്ട് ഓരോ abbreviations ഉണ്ട്. Tropical savanna AW found in most of the peninsula plateaus of south of the Tropic of Cancer. Tropic of Cancer താഴെ ആയിട്ടുള്ള ആ ഒരു ഡെക്കാൻ പെനിൻസുലർ പ്ലാറ്റോ ആ ഒരു ഭാഗത്ത് നമ്മൾ ട്രോപ്പിക്കൽ സെവന്ന എന്ന് വിളിക്കുന്നത്. Then tropical monsoon with short dry season. This includes west coast of India, then south of Goa. Tropical moist region, തമിഴ്നാടിന്റെ കോറമൻഡൽ കോസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെമി ആരിഡ് സ്റ്റെപ്പി Gujarat, northwestern Gujarat, then Rajasthan, Punjab. Then you have hot desert, which includes extreme western Rajasthan. Then monsoon with dry winters. This is found in Gangetic Plain, then eastern Rajasthan, northern Madhya Pradesh, then almost most of the northeastern India. Then cold, humid winter with short summer. This is seen in Arunachal Pradesh. Then polar type region under Jammu and Kashmir, Himachal Pradesh, Uttarakhand, and finally tundra type mountainous regions of Uttarakhand. So total നമുക്ക് 9 climatic regions ആണ് ഉള്ളത്. അതാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മേലെ you have polar type, then extreme Uttarakhand region tundra type ഉണ്ട്. Then ഏറ്റവും വലിയത് monsoon type with dry winter, tropical savanna type, then cold humid winter with short summer, then monsoon type with short dry winter season, and monsoon with dry season in summer. ഇതൊക്കെയാണ് different climatic regions of India. Then last ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് തോന്നുന്നു. നമുക്ക് ക്ലൈമറ്റിനെ നമുക്ക് ക്ലൈമറ്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് മൂന്ന് ക്ലൈമറ്റ് തരംതിരിക്കും. മൈക്രോ ക്ലൈമറ്റ്, മീസോ ക്ലൈമറ്റ് ആൻഡ് മാക്രോ ക്ലൈമറ്റ്. സോ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഏരിയയിലുള്ള ക്ലൈമാറ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഗ്രൗണ്ട് സർഫസുമായിട്ട് തട്ടി നിൽക്കുന്ന ലെയർ ഓഫ് എയർ, ഈ ഗ്രൗണ്ടിനോട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയറിലുള്ള ഫിസിക്കൽ പ്രോസസ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ ചോദിച്ചാൽ soil ground conditions, then vegetation cover, slope, soil surface physical state, പിന്നെ എന്തൊക്കെ ടോപ്പോഗ്രഫി, ഇതൊക്കെയാണ് മൈക്രോ ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്നത്. സോ ഓരോ ചെറിയ ചെറിയ ഈ മേലെ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് അനുസരിച്ച് മൈക്രോ ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കേരളയിൽ തന്നെ കേരളത്തിൽ മൊത്തത്തില് റെയിൻഫോൾ നല്ലോണം കിട്ടുന്ന ഒരു ക്ലൈമാറ്റിക് സോൺ ആണെങ്കിലും ഓരോ ജില്ലയ്ക്കും കിട്ടുന്ന ജില്ലയുടെ മൈക്രോ ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കും. സോ ഇതൊക്കെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ്, റേഡിയേഷൻ ഇതിനൊക്കെ അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് യു ഹാവ് മീസോ ക്ലൈമറ്റ്. സോ മീസോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൈക്രോ ക്ലൈമറ്റിന്റെയും മാക്രോ ക്ലൈമറ്റിന്റെയും ഇടയിലുള്ള സ്കെയിലാണ് നമ്മൾ മീസോ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി സ്റ്റഡി ഓഫ് ക്ലൈമറ്റ് ഓവർ റിലേറ്റീവ്ലി സ്മോളർ ഏരിയാസ് 10 to 100 കിലോമീറ്റർ റേഞ്ചിലുള്ള ക്ലൈമറ്റിനാണ് നമ്മൾ മീസോ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മാക്രോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ലാർജ് ഏരിയാസിലുള്ള അറ്റ്മോസ്ഫിയറിക് ക്ലൈമറ്റിനാണ് നമ്മൾ മാക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടേബിള് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്പ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിന്റെ റേഞ്ച് ആണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ചെറുത് മൈക്രോ ക്ലൈമറ്റ്. മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ സ്കെയിൽ വെറും ലെസ് ദാൻ 100 meters ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 200 meters. ദെൻ ടൈം സ്കെയിൽ 6 to 12 minutes. ഇതാണ് നമ്മൾ മൈക്രോ ക്ലൈമറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീസോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 100 kilometers. Then height എന്ന് പറയുന്നത് 1 to 10 kilometers and time scale is around 1 to 10 hours. Then you have macro climate. Macro climate എന്ന് പറയുമ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ സ്കെയില് യൂഷ്വലി 2 ടൈപ്പ് ഉണ്ട്. പ്ലാനറ്ററി സ്കെയിൽ ഉണ്ട്, സിനോപ്റ്റിക് സ്കെയിൽ ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് അറൌണ്ട് 2000 to 5000 kilometers ആ ഒരു റേഞ്ച് ആണ് അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച്. Then vertical scale is again 10 kilometers. Time scale is 200 to 400 hours or അത് വീണ്ടും കൂടും. സീസൺസ്, ഇയേഴ്സ് ഇത്രയൊക്കെ മൈക്രോ ക്ലൈമറ്റ് വരും. അപ്പം ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും,
സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.